ദുബായിൽ വൻ സ്ഫോടന ശബ്ദം മിസൈലുകളെ നേരിടുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ നിർദ്ദേശം. യുഎഇയിൽ ഫുജൈറയ്ക്കും ഉമുൽ ഖുവൈനും നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഇന്ത്യക്കാരന് പരുക്കേറ്റിട്ടുണ്ട്. യുഎഇയിൽ മരണസംഖ്യ 12ആയി. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, എന്താണ് ഇന്നത്തെ രാജ്യത്തെ സ്ഥിതിഗതികൾ? വിനിഷ, ഇപ്പോഴും ഇവിടെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കെട്ടിടം തന്നെ അല്പസമയത്തിന് മുമ്പ് വിറച്ചു പോകുന്ന തരത്തിലുള്ള സ്ഫോടന ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ഒരു 4 വലിയ സ്ഫോടനങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്നതിൻ്റെ വാതിലും അതേപോലെ ജനലുമൊക്കെ വിറച്ചു പോകുന്ന വലിയ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലുകളെയും അതേപോലെ തന്നെ ഡ്രോണുകളെയും നേരിടുന്നതിൻ്റെ ശബ്ദമാണ്. പ്രതിരോധം തുടരുന്നു എന്നാണ് മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്ന അലർട്ടും വന്നിട്ടുണ്ട്. ഇന്ന് പകൽ 35 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് യുഎഇയിലേക്ക് ഇറാനിൽ നിന്ന് എത്തിയത്. ഇതിൽ ഫുജൈറയിലും ഉമ്മുൽ ഖുവൈനിലും നാശനഷ്ടങ്ങളുണ്ടായി. ഫുജൈറയിൽ അൽറിഫ ഫാമിലേക്കാണ് ഒരു ഡ്രോണാവശിഷ്ടം പതിച്ച് ബംഗ്ലാദേശ് സ്വദേശി മരിച്ചത്. ഇതോടെ യുഎഇയിൽ മരിച്ചവരുടെ എണ്ണം 12 ആയിട്ടുണ്ട്. ഉമ്മുൽ ഖുവൈനിൽ ഉച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഉമ്മുൽ തൂബ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അവിടെ ഡ്രോണാവശിഷ്ടം പതിച്ച് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം 190 മാറിയിരിക്കുന്നു. ഇതുവരെ 2012 ഡ്രോണുകളെയാണ് യുഎഇ ഇത്രയും ദിവസത്തിനിടയിൽ നേരിട്ടതെന്നാണ് കണക്കുകൾ. 438 ബാലിസ്റ്റിക് മിസൈലുകളെയും അതേപോലെ തന്നെ 19 ക്രൂയിസ് മിസൈലുകളെയും നേരിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ പൗരന്മാർക്ക് യുഎഇ വഴി യാത്ര ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് യുഎഇ വിമാന കമ്പനികളും അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗോൾഡൻ വിസയുള്ള ഇറാൻ സ്വദേശികൾക്ക് മാത്രമായിരിക്കും യുഎഇയിലൂടെ യാത്ര ചെയ്യാനും യുഎഇയിലേക്ക് പ്രവേശിക്കാനും അനുമതി ഉണ്ടാവുക എന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. വിനീഷ, ഷിനോജ്, ഏതായാലും ടേക്ക് കെയർ, സുരക്ഷിതരായിരിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ.